ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഫ്രീ ജീസസ് വ്ളോഗ്സ്. അങ്ങനെ കുറേ നാൾക്ക് ശേഷം, ഏകദേശം എനിക്ക് തോന്നുന്നു 2 ആഴ്ചയ്ക്ക് ശേഷം വെൽക്കം ബാക്ക് ടു ഫ്രീ ജീസസ് വ്ളോഗ്സ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫ്രീ ജീസസ് വ്ളോഗ്സിൽ നമ്മുടെ കൂടെ ഉള്ളത് ഫ്രീക്ക് മിലിയാണ്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് കുറേ നാളായിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓരോരോ കാരണം വെച്ചാൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഏകദേശം 2 വീക്സിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എന്തോ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അപ്പം അതിനെ അൺബോക്സ് ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എന്താ സാധനം എന്നുള്ളത് അൺബോക്സ് ചെയ്യുമ്പോൾ അറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലോട്ട് പോകാം. ഹലോ, അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മീഷോയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തു. സോ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. മീഷോന്നാണ് ഓർഡർ ചെയ്തത് ഫോർ ദ ഫസ്റ്റ് ടൈം ഫ്രം മീഷോ. ഇത് ഞാൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയപ്പോൾ ഇതിന് ഭയങ്കര വിലയായിരുന്നു. സോ ഞാൻ തോട്ട് തൽക്കാലം ഇതിപ്പോൾ മീഷോയിൽ നിന്ന് മേടിക്കാം. മീഷോയിൽ നിന്ന് ആക്ച്വലി ഓക്കെ ഗൈസ്, നമ്മുടെ അൺബോക്സിങ് വീഡിയോ ആരംഭിച്ചു. ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ. അതെ, അപ്പോൾ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച പ്രോഡക്റ്റിനെ കാണിച്ചു തരാം. നീ മറന്നു എന്തോ? ഇല്ല, ഞാൻ പെട്ടെന്ന് ഗ്രേ നിട്ടിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഗ്രേ തന്നെയാണോ ഞാൻ ഓർഡർ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചതാണ്. ഓക്കെ, ചുമ്മാ അൺബോക്സിങ് മ്യൂസിക്. സാധനം വിളിക്കട്ടെ, അല്ലാ സൂക്ഷിച്ച് പതുക്കെ മതി, കുഴപ്പമില്ല. എന്താ പ്രോഡക്റ്റ് പറയൂ. ഈ പ്രോഡക്റ്റ് ഒരു വാച്ച് ഹോൾഡറാണ്. വാച്ച് കേസ് അല്ലേ? വാച്ച് ഹോൾഡർ. വാച്ച് കേസ് എന്താന്ന് വേണോ പറയാം. സോ ചിലർ അതിനെ വാച്ച് കേസ് എന്ന് പറയും, ചിലർ അതിനെ വാച്ച് ഹോൾഡർ എന്ന് പറയും. വാച്ച് വെക്കുന്ന പെട്ടി. എന്തൊരു മണത്തൊക്കെ നോക്കുന്നു. അല്ല, ഭയങ്കര മണം. ഇത് കണ്ട, ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. ഇത് കുറച്ച് അത്യാവശ്യം ഈ മെറ്റീരിയൽ ഇത് കുറച്ച് ലെതർ പോലെയുണ്ട്. ആക്ച്വലി ഞാൻ 2 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 എണ്ണം സെപ്പറേറ്റ് ആയിട്ടാണ് വന്നത്. ഇത് നമ്മളിവിടെ അൺബോക്സിങ് ചേർന്നു. ഇത് രണ്ടാമത് മേടിച്ചത്. രണ്ടാമതല്ല, 2 ഒന്നിച്ച് തന്നെ ഓർഡർ ചെയ്തത്. പക്ഷേ ഇത് 2ആയിട്ടാണ് വന്നത്. മീഷോയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് സെയിം പ്രോഡക്റ്റ് 2 പ്രാവശ്യം ഓർഡർ ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? എന്ന് വെച്ചാൽ സെയിം പ്രോഡക്റ്റ് ഇപ്പം എനിക്ക് ഈ സാധനം തന്നെ 2 എണ്ണം വേണമെങ്കിൽ എനിക്കിത് 2 പ്രാവശ്യം സെലക്ട് ചെയ്യാൻ പറ്റൂല. അത് എന്താണോ പിന്നെ ഒന്നേനെ പോയി രണ്ടാമത് പിന്നെ സെലക്ട് ചെയ്യണം. അങ്ങനെ എനിക്ക് പറ്റൂല. ഒറ്റ ഓർഡറിൽ എനിക്ക് സെയിം പ്രോഡക്റ്റ് 2 എണ്ണം സെലക്ട് ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ വേണമെങ്കിൽ അപ്പോൾ നീ രണ്ടാമത് പോയി പിന്നെ മേടിക്കണം. ആയിരിക്കും. ഞാൻ അതുകൊണ്ട് രണ്ട് വേറെ വേറെ ബ്രാൻഡാണ് മേടിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതാണ് നല്ല ബ്രാൻഡ് എന്ന്. കണ്ടോ? സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഇസ്. ഇതിനകത്ത് ബ്രാൻഡ് ഏതാണെന്ന് വേണമെങ്കിൽ നമ്മൾ ലിങ്ക് ഇടാം. ഗൈസ്, യു ക്യാൻ ക്ലിക്ക് ഓൺ ഇറ്റ്. അപ്പോൾ ഇതിനകത്ത് വാച്ച് വെക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഓൾറെഡി പണ്ടൊരു വാച്ച് കേസ് ഉണ്ട്, ഇച്ചായൻ ഗിഫ്റ്റ് ചെയ്തത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ആ വാച്ച് കേസ്. ഈ വാച്ച് കേസിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് വെച്ചാല് ഇതെനിക്ക് മറന്നു. ഞാൻ ഈ വാച്ച് ഇതിനകത്ത് പൂട്ടി കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പല വാച്ചസ് ഈ വാച്ചൊക്കെ ഇടാൻ തന്നെ മറന്നു. വല്ലാത്ത ഡ്രോബാക്ക് മറന്നു പോകും. ഡ്രോബാക്ക് അല്ലേ ശരിക്കും, ഇത് അതിനകത്തിരിക്കുന്നോണ്ട് കാണാൻ പറ്റൂല അല്ലേ? അതെ, കാണാൻ പറ്റൂല. ഫുൾ ക്ലോസ്ഡ് ആയതുകൊണ്ട്. അതെ, ഇതില് ഇങ്ങനെ കണ്ണാടിയുണ്ട്. അതില് ഫുൾ ക്ലോസ്ഡ് ആണ്. അതെ. പിന്നെ ഇപ്പൊ നമ്മള് മറ്റേ ഷോ കേസിനകത്ത് ഈ സാധനം ഈ സൈസ് കറക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റും. ആദ്യം മേടിച്ച വാച്ച് കേസ് ഇതായിരുന്നു. ഇത് രണ്ടാമത് വാങ്ങിച്ചത്.
ഇത് ഞാൻ പണ്ട് മേടിച്ചു കൊടുത്തു ഈ ആ, സാധനം അതെ. പണ്ട് ഈ വാച്ച് കേസ് ഞാൻ മീഷോന്ന് ഇത് രണ്ടും കൂടെ ഞാൻ ഒന്നിച്ചാണ് ഓർഡർ ചെയ്തത്. പക്ഷെ രണ്ടാണ്. ഇതില് 6 വെക്കാൻ പറ്റും. ഇത് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. കാണാമോ? കാണാം 6 വെച്ചിട്ടുണ്ട്. 6 വെക്കാൻ പറ്റും. അതുപോലെ ഇതിനകത്ത് 6 ഇതിനകത്ത് 1 2 3 4 5 വെക്കാൻ പറ്റും. പക്ഷെ ഐ തിങ്ക് ദിസ് ഇസ് ബെറ്റർ. ഈ സാധനമാണ് നല്ല ക്വാളിറ്റി. 5 വാച്ച് കയ്യിലോ? 5 വാച്ച് കയ്യിലുണ്ടോ? 5 കൂടുതലുണ്ട്. ഓ ഭാഗ്യം. അല്ലെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ മേടിക്കേണ്ടി വരും. ഏത് ഇതിലിപ്പം മിനിക്കുട്ടി ഇവിടെ വാടി. ഇതിപ്പോ എന്താന്ന് വെച്ചാൽ ഞാൻ ഈ വാച്ച് ഒന്നും മറന്നു പോകാതെ. ശരി ഇടി അൺബോക്സിങ് നീ മാറ്റർ നീ പോലെ അൺബോക്സിങ് ഞാൻ കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞാ വെക്കൊക്കെ വേണം. ഇത് കാണിച്ചു തരാം. ഞാൻ എൻ്റെ വാച്ച് മിനിക്കുട്ടി അതിന്റെ മണമാണോ നീ നോക്കുന്നത്? ഇതാണ് മണക്കുന്നത്. അതൊന്നും അല്ല, അവള് പുതിയൊരു സാധനം ഓപ്പൺ ചെയ്ത് എന്താ നോക്കാനുള്ള ഇങ്ങനെ വാച്ച് വെക്കുക. കരയുന്നു എന്തടി? എന്താ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ വാച്ച് അതുപോലെ ഓരോരോ കുഷനിൽ വെച്ച് ഫില്ലിങ് മൊത്തം കാണിക്കണോ? അത് കട്ട് ചെയ്യല്ലേ? അടുത്ത ഞാൻ എൻ്റെ വിരലുകൾ ഞൊടിക്കുമ്പം നിങ്ങൾ കാണുന്നത് ഈ പെട്ടി നിറഞ്ഞിരിക്കുന്നതായിരിക്കും. 5 4 3 2 അപ്പോൾ നമ്മുടെ വാച്ചസ് നിറഞ്ഞിരിക്കുന്നു ഗൈസ്. ഇതൊരു കേസായി. പറയൂ. അപ്പോൾ 2 കേസസ് ആയി. ഇതൊരെണ്ണം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. മേ ബി ഐ ബൈ 1 more of this one. ഭയങ്കര ചീപ്പാണ്. അതെന്താ സംഭവം എന്നറിയോ? കേസ് ചീപ്പാണ്. കേസിനകത്ത് വെക്കണ സാധനം ഇത്ര ചീപ്പല്ല. അല്ല, നമ്മള് വാച്ച് സൂക്ഷിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ ആദ്യം വാങ്ങിച്ച വാച്ച് മുതൽ ഇപ്പം വാങ്ങിച്ച വാച്ച് വരെ ഉണ്ട്. സോ എപ്പോഴും നിങ്ങൾ വാച്ചസ് സൂക്ഷിച്ച് വെച്ചാൽ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ എ ലോങ് ടൈം. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാച്ച് മറ്റേ ആ പെട്ടി തന്നെ വെച്ചിരുന്നാൽ പിന്നെ അതിൻ്റെ ആ വാച്ച് അത് ഇരുന്നത് ഇതായി പോകും. ഇതാകുമ്പോഴത്തേക്കും സോഫ്റ്റ് കേസസ് ആണ്, ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ഇതുപോലെ നശിക്കണം എന്നാണ് മാഡം പറഞ്ഞു തരുന്നത്. അതെ, അല്ല ഓക്കെ കഴിഞ്ഞ ഇനിയൊന്നുമില്ല. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇതാണ് സെറിയുടെ വാച്ച് പെട്ടികൾ. അതെ, 2 cases. ഇനി ഒരെണ്ണം കൂടെ ഒന്നുമില്ല, ആക്ച്വലി 2 മേടിക്കണം. വാച്ചസിന്റെ നമ്പർ വെച്ചിട്ട് 2 വെച്ച് മേടിക്കുമ്പോൾ എൻ്റെ വാച്ചെല്ലാം ഇതുപോലെ ഡിസ്പ്ലേ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ വില വന്നിട്ട് ഇറ്റ്സ് ജസ്റ്റ് അല്ല, ഇത് 600 rupees ആണ്. നല്ല മെറ്റീരിയൽ. സോ ഐ വിൽ ബൈ ദിസ് 1 more. ഒന്നും കൂടെ ഞാൻ മേടിക്കും. നല്ല മെറ്റീരിയൽ. ലെതർ പോലെ ഉണ്ട്. റെക്സിൻ ആയിരിക്കും. പക്ഷേ ദിസ് ഇസ് വെരി ഗുഡ്. ഈ സാധനം അത്ര പോരാ. അതും ലെതർ ടൈപ്പ് ആണോ? ഇത് ലെതർ ഒന്നും അല്ല. ഇത് മറ്റേ നമ്മള് ബാഗിന്റെ അകത്തുള്ള സാധനം. പക്ഷെ ഇത് അത്ര ക്വാളിറ്റി ഇല്ല. പക്ഷെ ഈ സാധനം നല്ല ക്വാളിറ്റി ഉണ്ട്. മേടിച്ചതാണ്. അപ്പോൾ മീഷോ ഒന്ന് മേടിച്ചാണ്. നിങ്ങൾ മീഷോയിനകത്ത് പോയി ഇതുപോലെ വാച്ച് കേസസ് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഡിസ്ക്രിപ്ഷനൊന്നും ഇടാൻ പറ്റില്ല. നിങ്ങൾ വാച്ച് കേസ് നോക്കി പോയി തപ്പി കണ്ടുപിടിച്ച് ഇതാരാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ സെറിക്ക് നമ്മുടെ വാച്ചസിനോടുള്ള അതിഭ്രാന്തമായ ആരാധനയാണ് ഇതിനൊക്കെ കാരണം. നമ്മുടെ പഴയ പെട്ടി ഇതാ പറഞ്ഞ ശവപ്പെട്ടിയായി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനിയും ഇതുപോലെ അല്ലാത്തയും നല്ല ഡിഫറെൻറ്റ് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അതിനായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായിട്ട് പറയൂ, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒന്നും ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഗൈസ്, പ്ലീസ്. ജീവിച്ച് പോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കാണാം. ബൈ.